അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് ആരായിരിക്കും ജയിക്കുക? ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മണ്ഡലമായിട്ട് നേമം മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം 2016 തെരഞ്ഞെടുപ്പിൽ BJP കേരള നിയമസഭയിലേക്ക് എത്തിയത് നേമത്തിലൂടെയായിരുന്നു. അന്ന് O രാജഗോപാലാണ് നേമത്തിൽ ജയിച്ചത്. പക്ഷെ പിന്നീട് ഞങ്ങൾക്ക് ആ അക്കൗണ്ട് പൂട്ടിച്ചു എന്ന് പറയാൻ CPM-ന് കഴിഞ്ഞു. 2021 തെരഞ്ഞെടുപ്പിൽ അന്ന് പരാജയപ്പെട്ട 2016 രാജഗോപാലിനോട് പരാജയപ്പെട്ട ശിവൻകുട്ടി അദ്ദേഹം ആ സീറ്റ് കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ച് അദ്ദേഹം ആ സീറ്റ് പിടിച്ചെടുക്കുകയും അദ്ദേഹം കേരളത്തിലെ മന്ത്രിയാവുകയൊക്കെ ചെയ്തു. ഇതാണ് നേമത്തിന്റെ ഒരു ചരിത്രം. നേമം BJP-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു സീറ്റായിട്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സീറ്റാണ്. പക്ഷെ നേമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നേമവും മഞ്ചേശ്വരവും കഴിഞ്ഞ തവണയും നേമവും മഞ്ചേശ്വരമായിരുന്നു BJP അത്യധികം മുൻപന്തിയിൽ നിന്നിരുന്നത്, അല്ലെങ്കിലും പ്രാധാന്യം കൊടുത്തിരുന്നത്. ഈ രണ്ട് സ്ഥലത്തും ക്രോസ് വോട്ടിംഗ് നടക്കുന്നു എന്നുള്ളതാണ് ഒരു വ്യക്തമായ ഒരു കാരണം. നേമത്ത് മൂന്നാം മുന്നണി എന്ന് പറയുന്നത് UDF ആണ്. കാരണം നിയമമണ്ഡലം വരുന്നത് 2009 പുനഃസംഘടനയ്ക്ക് ശേഷം 2011 തെരഞ്ഞെടുപ്പിലാണ് നേമത്ത് പുതിയ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പഴയ നിയമമണ്ഡലം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാട്ടാക്കട മണ്ഡലത്തിലെ കൂടുതൽ ഭാഗങ്ങൾ ചേർന്ന ആണ്. മുമ്പുണ്ടായിരുന്ന തിരുവനന്തപുരം ഈസ്റ്റിലെ കൂടുതൽ ഭാഗങ്ങളാണ് ഇപ്പോഴത്തെ നിയമമണ്ഡലത്തിലുള്ളത്. 2016 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 8,000-ഓളം വോട്ടിനാണ് അന്ന് രാജഗോപാലിന് 67,813 വോട്ട് കിട്ടിയ സമയത്ത് ശിവൻകുട്ടിക്ക് കിട്ടിയത് 51,142 വോട്ടാണ്. പക്ഷെ അന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, സുരേന്ദ്രൻ പിള്ള എന്ന് പറഞ്ഞ UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 13,860 വോട്ട് മാത്രമാണ് എന്നുള്ളതാണ്. അപ്പം UDF ഏറ്റവും അധികം പിറകിൽ പോകുന്ന ഒരു ഘട്ടമായിരുന്നു അത്. അതിന് തൊട്ടു മുമ്പ് 2011 O രാജഗോപാൽ മത്സരരംഗത്തുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം നേരിയ വോട്ടുകൾക്ക് ശിവൻകുട്ടിയോട് പരാജയപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്. അന്നും UDF-ന്റെ സ്ഥാനാർത്ഥി ജനതാദളിലെ ചാരുപാറ രവി ആയിരുന്നു. അന്നും 20,248 വോട്ടാണ് കിട്ടിയത്. അന്ന് ശിവൻകുട്ടിക്ക് 50,076 വോട്ട് കിട്ടിയ സമയത്ത് രാജഗോപാലിന് 43,661 വോട്ടാണ് കിട്ടിയത്. പക്ഷെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ രാജഗോപാൽ അത് 67,813 ആയിട്ട് ഉയർത്തി. ശിവൻകുട്ടിയാകട്ടെ 59,942 വോട്ട്, കഴിഞ്ഞ തവണത്തേക്കാൾ 9,000 വോട്ട് കൂടിയിരുന്നു. പക്ഷെ BJP-ക്ക് അതിനേക്കാൾ വോട്ട് കൂടിയത് കൊണ്ട് അദ്ദേഹം രാജഗോപാൽ ജയിച്ചു, ശിവൻകുട്ടി പരാജയപ്പെട്ടു. 2021 ശിവൻകുട്ടി അത് തിരിച്ചു പിടിക്കുന്നത്, LDF ഈ സീറ്റ് തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത്. അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് K മുരളീധരൻ എന്ന് പറയുന്ന കോൺഗ്രസിലെ കരുത്തനായ ഒരു നേതാവ്, അല്ലെങ്കിൽ K കരുണാകരന്റെ മകൻ. K കരുണാകരൻ നേരത്തെ നേമത്ത് മത്സരിച്ചിരുന്ന ആളാണ്. അതേപോലെ തന്നെ അദ്ദേഹം വളരെയധികം ബന്ധങ്ങളുള്ള, അത് വളരെയധികം അനുയായികളുള്ള ആളുകളാണ്. പഴയകാല കോൺഗ്രസ്സുകാരൊക്കെ തന്നെ ഒരു കരുണാകരനോട് വളരെ ബഹുമാനം പുലർത്തുന്ന ആളാണ്. അപ്പൊ കരുണാകരന്റെ മകൻ എന്ന നിലയിലുള്ളൊരു പിന്തുണയും, അതേപോലെ തന്നെ KPCC പ്രസിഡന്റ് ആയിരുന്നു. K മുരളീധരൻ കേരളത്തിലെ മന്ത്രിയായിരുന്നു, MP ആയിരുന്നു. അങ്ങനെയൊക്കെ വളരെ അറിയപ്പെട്ടിരുന്ന ഒരാളാണ്. K മുരളീധരൻ ഏതാണ്ട് 36,524 വോട്ടാണ് പിടിച്ചത്. അതായത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പുകളിൽ 20,000-ഉം 13,000 വോട്ട് പിടിച്ച സ്ഥലത്ത് UDF-ന്റെ വോട്ട്, മൂന്നാം കക്ഷിയുടെ വോട്ട് 36,524 ഉയരുന്ന സമയത്താണ് അവിടെ BJP പരാജയപ്പെടുന്നത്. ശിവൻകുട്ടിക്ക് അന്ന് കിട്ടിയ വോട്ട് 55,837 വോട്ട് മാത്രമാണ്. അതായത് രാജഗോപാലിനോട് തോൽക്കുന്ന സമയത്ത് 59,000 വോട്ടുണ്ടായിരുന്ന ശിവൻകുട്ടിക്ക് പക്ഷേ ജയിക്കുന്ന സമയത്തും 55,000 വോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. കുമ്മനം രാജശേഖരന് 51,888 വോട്ടാണ് കിട്ടിയത്. അപ്പം കുമ്മനം രാജശേഖരന് കിട്ടിയ വോട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ രാജഗോപാലിന് കിട്ടിയ വോട്ടിൽ കുറെ മുരളീധരൻ പിടിച്ചു, ശിവൻകുട്ടിക്ക് കിട്ടിയ വോട്ടിൽ മുരളീധരൻ പിടിച്ചു. ഇത് CPM-ന്റെ പല നേതാക്കളും സമ്മതിക്കുന്നുണ്ട്. അതായത് CPM പറയുന്നത് കോൺഗ്രസിന്റെ ശക്തി തീരെ കുറയുന്ന സമയത്തും വളരെ കൂടുന്ന സമയത്തും തങ്ങൾ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മിഡിൽ നിലവാരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അവർക്ക് ആവശ്യം. കോൺഗ്രസ് വൻതോതിൽ വോട്ട് പിടിച്ചാൽ അത് CPM-ന്റെ വോട്ട് കൂടി പിടിക്കും. കോൺഗ്രസ് ഏറ്റവും അധികം വീക്കാവുന്ന സമയത്ത് അത് ഗുണം BJP-ക്ക് ചെയ്യും എന്നുള്ളതാണ് ആ നേമത്ത് CPM-ന്റെ ഒരു കാൽക്കുലേഷൻ. ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് മുസ്ലിം വോട്ടിന്റെ ഒരു കേന്ദ്രീകരണമാണ്. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരനെ തോൽപ്പിക്കാൻ വേണ്ടി മുസ്ലിം വോട്ട് N ബ്ലോക്കായിട്ട് ശിവൻകുട്ടിക്ക് കിട്ടി എന്നാണ് BJP പറയുന്നത്. പക്ഷെ
CPM പറയുന്നത് മുരളീധരൻ കുറെ മുസ്ലിം വോട്ടും പിടിച്ചിട്ടുണ്ട് എന്നാണ് CPM പറയുന്നത്. അപ്പൊ എന്ത് തന്നെയായാലും കേരളത്തിലെ ഒരു ഏറ്റവും അധികം ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു ഭാഗത്ത് ഒരു ക്രോസ് വോട്ടിംഗ് നടക്കുന്നു എന്നുള്ളത് ഏതാണ്ടൊക്കെ ഉറപ്പാണ്. കാരണം BJP ജയിക്കാൻ പാടില്ല എന്നുള്ളൊരു തോന്നൽ, അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന് കിട്ടേണ്ട വോട്ട്, ആ വോട്ട് കൂടി LDFന് കിട്ടുന്നു. അതായത് BJPയെ തോൽപ്പിക്കാൻ പറ്റുന്ന കാൻഡിഡേറ്റ് എന്ന നിലയിൽ LDFന് കിട്ടുന്നു എന്നുള്ള ഒരു കാര്യമാണ്. ഇതേ കാര്യം തന്നെയാണ് മഞ്ചേശ്വരത്ത് നടക്കുന്നത്. മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥി മത്സരം BJPയും UDFും തമ്മിലാണ്. K. സുരേന്ദ്രൻ 2016 89 വോട്ടിനും 2021 815 വോട്ടിനാണ് മുസ്ലിം ലീഗിനോട് തോറ്റത്, അല്ലെങ്കിൽ UDFനോട് തോറ്റത്. അപ്പൊ ഇവിടെ LDF ഒരിക്കൽ ജയിച്ചത് 2006 മറ്റും LDF അവിടെ കുഞ്ഞമ്പു ജയിച്ചിരുന്നതാണ്. പക്ഷെ ആ LDFന് പക്ഷെ വളരെ മൂന്നാം സ്ഥാനത്തേക്ക് LDF പോവുകയാണ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം LDFന്റെ വോട്ട് നേരെ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി UDFന് പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇത്തവണ മറ്റു പലരും പറയുന്നത് UDF LDF തമ്മിലുള്ള സംസ്ഥാന തലത്തിൽ വലിയ ഫൈറ്റ് നടക്കുന്ന സമയം. കാരണം 10 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന LDFനെ ഭരണത്തിൽ നിന്ന് തൂത്തെറിയാൻ വേണ്ടി, അല്ലെങ്കിൽ അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടി UDF കാര്യമായി ശ്രമിക്കുന്ന സമയത്ത് അവർക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പില്ല, അല്ലെങ്കിൽ ഒരു വലിയൊരു മാർജിൻ അവർക്ക് ജയിക്കുമെന്ന് അവർക്ക് പറയാൻ കഴിയില്ല. അവർക്ക് ഭൂരിപക്ഷം കിട്ടുമായിരിക്കാം. കാരണം വടക്കൻ ജില്ലകളിൽ മുസ്ലിം വോട്ടൊക്കെ UDFന് കിട്ടുന്നതുകൊണ്ട് UDFന് മേധാവിത്വമുണ്ട്. അതേ മേധാവിത്വം അവർക്ക് തെക്കൻ ജില്ലകളിൽ കിട്ടുമോ എന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വളരെ ടൈറ്റ് ഫൈറ്റ് LDFും UDFും തമ്മിൽ സംസ്ഥാന തലത്തിൽ ഭരണം പിടിക്കാൻ വേണ്ടി നടക്കുന്ന സമയത്ത് വെറുതെ LDFന് ഒരു സീറ്റ് നേടിക്കൊടുക്കുമോ UDF എന്നൊരു ചോദ്യം നേമത്തും, അതേപോലെ തന്നെ UDFന് വെറുതെ ഒരു സീറ്റ് നേടിക്കൊടുക്കാൻ BJPയെ തോൽപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിന് മാത്രം അത് അവർ UDFന് ജയിപ്പിക്കുമോ LDF എന്നൊരു ചോദ്യം അവിടെ ചോദിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സാധ്യത കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ക്രോസ് വോട്ടിംഗ് നടന്നിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നേമത്ത് BJPയുടെ രാജീവ് ചന്ദ്രശേഖറും, അതേപോലെ തന്നെ മഞ്ചേശ്വരത്ത് BJPയുടെ സ്ഥാനാർത്ഥി മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ജയിച്ചു വരുന്നുള്ളത് യാതൊരു സംശയമില്ല. പക്ഷെ ക്രോസ് വോട്ടിംഗ് നടക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. പ്രത്യേകിച്ച് മൈനോറിറ്റി വോട്ടിനകത്താണ് പ്രത്യേകിച്ച് ക്രോസ് വോട്ടിംഗ് നടക്കുന്നത്. കാരണം ഇടതുപക്ഷക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ വരെ അവർ BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കാസർഗോഡ് UDFന് വോട്ട് ചെയ്യും. ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. നമുക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എടുത്തു നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയില്ല. BJPക്കാണ് നേരിയ മേധാവിത്വമുള്ളത്. പക്ഷെ പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയും. ഇപ്പം നേമത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ആയിരുന്നു, വാർഡിൽ. അവിടെയൊക്കെ തന്നെ അദ്ദേഹം തൊട്ട് അടുത്ത് വന്നു. പക്ഷെ ആ വോട്ടുകളൊക്കെ തന്നെ അടുത്ത തവണ UDFന് കിട്ടണമെന്നില്ല. ആ വോട്ടുകളൊക്കെ തന്നെ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും LDFനാണ് പോവുക എന്നാണ് പലരും പറയുന്നത്. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഗംഭീരമായ പെർഫോമൻസ് ആണ് നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയത് ഏതാണ്ട് 61,227 വോട്ടാണ് നേമത്ത് കിട്ടിയത്. ഈ LDFന് 33,233 വോട്ടുകൾ, ഏതാണ്ട് 27,000-ത്തിനടുത്ത് ഭൂരിപക്ഷമാണ് BJPക്ക് നേടാനും കഴിഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. UDF 39,000 വോട്ടാണ് UDF ഉണ്ടായിരുന്നത്. ഇപ്പൊ UDFും BJPയും തമ്മിലുള്ള വ്യത്യാസവും തന്നെ 22,000-ഓളം വരും. അതേസമയത്ത് LDFും BJP തമ്മിലുള്ള വ്യത്യാസം അതിലും കൂടുതലാണ്. അപ്പൊ ഇവിടെ പ്രധാനമായ ഫൈറ്റ് നടക്കുന്നത് ആരാണ്? LDFും BJPയും തമ്മിലാണ്. അപ്പൊ ഇവിടെ നേമത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ LDF പിറകിലാണ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും LDF പിറകിലാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് ഒരു സാധ്യത നേമത്തെ കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ മറുവാദം പറയുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് ലീഡുണ്ടായിട്ടും 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വിജയിക്കാൻ കഴിഞ്ഞു എന്നൊരു വാദം ഉയർത്തുന്നുണ്ട്. എന്തിനാലും കേരളത്തിൽ ഏറ്റവും അധികം കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലമാണ് നേമത്ത്. ഇപ്പൊ BJP കുറെ സീറ്റ് പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. BJPക്ക് കിട്ടുന്ന ആദ്യത്തെ സീറ്റ്, അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് BJP കിട്ടാനുള്ള സാധ്യത എപ്പോഴും നേമത്ത് തന്നെയാണ്. അതുകൊണ്ട് നേമത്ത് BJP ജയിക്കുമെന്ന് തന്നെയാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ.